2020 ഡിസംബർ 26 ഒരു യുവാവ് മധ്യവയസ്കയായ ഒരു സ്ത്രീയെയും കൊണ്ട് കാരക്കോണം മെഡിക്കൽ കോളേജിലെത്തി. ആ സ്ത്രീക്ക് ബോധമില്ലായിരുന്നു. ഡോക്ടർമാർ അയാളോട് കാര്യം ചോദിച്ചു. സീരിയൽ ലൈറ്റിൽ നിന്ന് ഷോക്കേറ്റതാണെന്ന് ആ യുവാവ് മറുപടി നൽകി. പക്ഷേ ഡോക്ടർമാർക്ക് എന്തോ ഒരു സംശയം തോന്നി. അവർ യുവാവിനോട് വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചു. അതോടെ അയാൾ വല്ലാത്ത പരുങ്ങലിലായി. പന്തികേട് തോന്നിയ ഡോക്ടർമാർ പോലീസിൽ വിവരമറിയിച്ചു. അധികം താമസിയാതെ പോലീസ് ആശുപത്രിയിലെത്തി യുവാവിനോട് കാര്യങ്ങൾ ചോദിച്ചു. അയാളുടെ മറുപടിയിൽ നിന്നു തന്നെ പോലീസുകാർക്ക് അപകടം മണത്തു. അവരയാളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ കുറ്റം സമ്മതിച്ചു. അതെ, ഞാൻ കൊന്നതാണ്. ശാഖാകുമാരി കൊലക്കേസിൻ്റെ ചുരുളഴിയുകയായിരുന്നു ആ നിമിഷം. ആ കഥയിലേക്ക്. തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു ചെറു പട്ടണമാണ് വെള്ളറട. വെള്ളറടയ്ക്കടുത്ത് കാരക്കോണം ത്രേസ്യാപുരത്ത് പ്ലാങ്കാല പുത്തൻ വീട്ടിൽ ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരിയായ ശാഖാകുമാരിയായിരുന്നു കൊല്ലപ്പെട്ട സ്ത്രീ. അവരുടെ അച്ഛൻ ആൽബർട്ട് ഒരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ശാഖാകുമാരിയും അമ്മ ഫിലോമിനയുമായിരുന്നു ആ വീട്ടിൽ താമസം. കിടപ്പ് രോഗിയായ അമ്മയെ നോക്കാനായി രേഷ്മ എന്നൊരു ഹോം നേഴ്സും ഉണ്ടായിരുന്നു അവിടെ. നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു കുടുംബമായിരുന്നു ശാഖാകുമാരിയുടേത്. 52 വയസ്സായിട്ടും അവൾ വിവാഹം കഴിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അവൾ ബാലരാമപുരം അതിയന്നൂർ സ്വദേശിയും ഇലക്ട്രീഷ്യനുമായ അരുണിനെ പരിചയപ്പെടുന്നത്. ഒരു ഫോൺ കോളിലൂടെയായിരുന്നു അവരുടെ പരിചയം തുടങ്ങുന്നത്. ആ പരിചയം പ്രണയമായി മാറാൻ ഒരുപാട് കാലം വേണ്ടി വന്നില്ല. ഫോണിലൂടെ അവരുടെ പ്രേമസല്ലാപം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം അരുൺ ശാഖാകുമാരിയോട് വിവാഹാഭ്യർത്ഥന നടത്തി. പക്ഷേ അവൾക്കത് ഉൾക്കൊള്ളാനായില്ല. കാരണം അരുണിന് 28 വയസ്സേ ഉള്ളൂ. തനിക്കാകട്ടെ 52 വയസ്സും. 24 വയസ്സിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ അവൾ അരുണിനെ നിരുത്സാഹപ്പെടുത്തി. നമ്മുടെ ഈ വിവാഹം ആരും അംഗീകരിക്കില്ല, ആളുകൾ എന്തു പറയും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ അരുണിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവനാകട്ടെ പിന്മാറിയതുമില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ആളുകൾ എന്തും പറഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് അരുൺ ശാഖാകുമാരിക്ക് ധൈര്യം പകർന്നു. അവനതിനൊരു കാരണമുണ്ടായിരുന്നു. അവൻ ശാഖാകുമാരിയെ വിളിച്ചതും പരിചയപ്പെട്ടതുമൊന്നും യാദൃച്ഛികമായിട്ടായിരുന്നില്ല. അവൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. അവളെ കല്യാണം കഴിച്ചാൽ ആ സ്വത്തെല്ലാം തൻ്റെ സ്വന്തമാകും. ഇതായിരുന്നു അവൻ്റെ കണക്കുകൂട്ടൽ. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു സമ്മതിപ്പിച്ച് കല്യാണം കഴിക്കണം. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് അവളെ ഇല്ലാതാക്കാം. അതോടെ അവളുടെ സ്വത്തുക്കളെല്ലാം തൻ്റേതാകും. ഇങ്ങനെ ഒരു കുടില ബുദ്ധി കൂടി അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അരുണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ ശാഖാകുമാരി വിവാഹത്തിന് സമ്മതിച്ചു. എന്നാൽ അവളുടെ ബന്ധുക്കളിൽ പലരും എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷെ അതൊന്നും അവളെ പിന്തിരിപ്പിച്ചില്ല. ഒരാഗ്രഹം മാത്രമേ അവൾ പറഞ്ഞുള്ളൂ, തനിക്കൊരു കുഞ്ഞ് വേണം. അരുൺ അതിന് സമ്മതിക്കുകയും ചെയ്തു. വിവാഹത്തിന് സമ്മതം മൂളിയ ശാഖാകുമാരിയോട് അരുൺ 5 ലക്ഷം രൂപയും ഒരു കാറും ഒരു ബൈക്കും 101 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളുമായിരുന്നു സ്ത്രീധനമായി ആവശ്യപ്പെട്ടത്. അങ്ങനെ അവൾ തൻ്റെ ഭാവി വരന് 5 ലക്ഷം രൂപ നൽകി. താമസിയാതെ പള്ളിയിൽ വെച്ച് വിവാഹവും നടന്നു. ഈ വിവാഹത്തിൻ്റെ എല്ലാ ചെലവുകളും വഹിച്ചത് ശാഖാകുമാരിയായിരുന്നു. വിവാഹത്തിന് അരുണിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും പങ്കെടുത്തില്ല. നമ്മുടെ പ്രായവ്യത്യാസം കാരണം എല്ലാവർക്കും എതിർപ്പാണ്. സാരമില്ല, പതിയെ അവരൊക്കെ സമ്മതിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അരുൺ അവളെ സമാധാനിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ ശേഷം താമസിക്കാനായി അവർ ടൗണിൽ ഒരു വാടക വീടെടുത്തു. വിവാഹത്തിന് മുമ്പും പലപ്പോഴും അരുണിന് അവൾ പണം നൽകിയിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെയങ്ങ് കഴിഞ്ഞു. പിന്നെ പതിയെ ശാഖാകുമാരിയുടെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി. അരുണിൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു അത്. പക്ഷേ അവൻ ആ വാടക വീട് ഒഴിഞ്ഞില്ല. രാപ്പകലില്ലാതെ ആ വാടക വീട്ടിൽ അവൻ കൂട്ടുകാരോടൊത്ത് മദ്യപിച്ചുല്ലസിച്ചു. അപ്പോഴേക്കും അരുണിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ ഏകദേശ രൂപം ശാഖാകുമാരിക്ക് പിടികിട്ടി കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ അരുൺ വീണ്ടും 5 ലക്ഷം രൂപ കൂടി ചോദിച്ചു. മാത്രമല്ല, വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യണമെന്നും അവൻ ആവശ്യപ്പെട്ടു. അവൻ്റെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ ശാഖാകുമാരി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചു. അതുവരെ അവരുടെ വിവാഹം പള്ളിയിലെ രേഖകളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അരുൺ നിർബന്ധിച്ചത് അവളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല. മറിച്ച് അവൾ ഇല്ലാതായി കഴിഞ്ഞാൽ ആ സ്വത്തുക്കളൊക്കെ തൻ്റെ കയ്യിൽ വന്നു ചേരുമെന്നുള്ള കണക്കുകൂട്ടലൂടെയാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് അരുൺ ഇതെല്ലാം സാധിച്ചെടുത്തത്. വിവാഹം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞതോടെ അരുൺ അടുത്ത ആവശ്യവുമായി എത്തി. ശാഖയുടെ പേരിലുള്ള വീടും സ്ഥലവും 6 ഏക്കറോളം വരുന്ന റബ്ബർ തോട്ടവും തൻ്റെ പേരിൽ എഴുതി വെക്കണമെന്നായിരുന്നു അവൻ്റെ അടുത്ത ഡിമാൻഡ്. ഇക്കാര്യത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകുന്നത് പതിവായി. വിവാഹം അരുൺ തൻ്റെ വീട്ടിലറിയിക്കാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹ ഫോട്ടോകൾ ശാഖയുടെ ബന്ധുക്കൾ തന്നെ പ്രചരിപ്പിച്ചു. ഇതോടെ പ്രായവ്യത്യാസത്തിൻ്റെ പേരിൽ അവനെ കൂട്ടുകാർ കളിയാക്കി. തൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറാനായി അവൾ വ്രതമെടുത്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം
വീട്ടിലെ മീറ്റർ ബോർഡിൽ നിന്ന് കണക്ഷൻ എടുത്ത് ഇൻഡക്ഷൻ കുക്കറിൽ കണക്ട് ചെയ്ത് ശാഖയെ ഷോക്കടിപ്പിക്കാൻ ശ്രമിച്ചു അരുൺ. ഇത് ഭാഗ്യവശാൽ വീട്ടിലെ ജോലിക്കാരിയുടെ കണ്ണിൽപ്പെട്ടു. അതുകൊണ്ട് അന്ന് ആ പദ്ധതി നടപ്പിലായില്ല. പിന്നെ ഒരു ദിവസം തമാശയ്ക്ക് അവളുടെ കയ്യിൽ വയർ ചുറ്റി വൈദ്യുതി കടത്തിവിടാൻ ശ്രമിച്ചു. എന്നാൽ ശാഖയ്ക്ക് അപകടം മണത്തു. അതുകൊണ്ട് അന്നും അവൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇക്കാര്യം അവൾ വീട്ടിലെ ജോലിക്കാരിയോടും റബ്ബർ ടാപ്പ് ചെയ്യുന്നയാളോടും പറഞ്ഞു. ഇങ്ങനെ പോയാൽ ശരിയാകില്ല. എത്രയും പെട്ടെന്ന് ശാഖയെ ഇല്ലാതാക്കി അവളുടെ സ്വത്തുക്കൾ കൈക്കലാക്കണം. അവൻ ഉറച്ച ആ തീരുമാനത്തിലെത്തി. അങ്ങനെ അവൻ ആ ദിവസം തിരഞ്ഞെടുത്തു. ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്ന സമയമായിരുന്നു അത്. ശാഖയുടെ വീട്ടിൽ പുൽക്കൂടും അലങ്കാര ലൈറ്റുകളും എല്ലാം ഒരുക്കി. എല്ലാത്തിനും മുന്നിട്ടു നിന്നത് അരുണായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ശാഖയുടെ ചില ബന്ധുക്കൾ ആ വീട്ടിലുണ്ടായിരുന്നു. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് അവരൊക്കെ പോയി. പുലർച്ചെ 1:30 അരുൺ ബെഡ്റൂമിൽ വെച്ച് ശാഖാകുമാരിയുടെ വായും മൂക്കും അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു. പിന്നെ ബലം പ്രയോഗിച്ച് ഇലക്ട്രിക് വയറിലൂടെ ശാഖാകുമാരിയുടെ വലത് കൈത്തണ്ടയിലും മൂക്കിലും വൈദ്യുതി കടത്തിവിട്ടു. ഷോക്കേറ്റ് പിടഞ്ഞ് ഒടുവിൽ അവളുടെ ശരീരം നിശ്ചലമായി. തൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കാനെടുത്ത വ്രതത്തിൻ്റെ അവസാന ദിവസം കൂടിയായിരുന്നു അത്. മരിച്ചു മരവിച്ച അവളുടെ ശരീരമാണ് അവൻ ആശുപത്രിയിൽ എത്തിച്ചത്. 2020 ക്രിസ്മസ് പിറ്റേന്നായിരുന്നു വിവരം പുറം ലോകമറിഞ്ഞത്. മരണം സ്ഥിരീകരിച്ചതോടെ ശാഖാകുമാരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഷോക്കടിപ്പിച്ചാണ് കൊല നടത്തിയത് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. നാട്ടുകാരും അയൽക്കാരും പോലീസിന് കൊടുത്ത മൊഴി അരുണിനെതിരായിരുന്നു. അരുണിനെ മുമ്പ് തന്നെ സംശയമുണ്ടായിരുന്നു എന്ന് അയൽക്കാരായ പലരും പോലീസിനോട് പറഞ്ഞു. വെള്ളറട CI എം ശ്രീകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു കേസിന്റെ അന്വേഷണം. 2025 ഏപ്രിൽ 23 പ്രതി കുറ്റക്കാരനാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തി. അരുണിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും അഡീഷണൽ ജില്ലാ ജഡ്ജി AM ബഷീർ വിധിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ പോലീസ് സർജൻ S സാരിജയുടെ മൊഴിയും സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ PK ഉഷാകുമാരിയുടെയും കുന്നത്തുകാൽ ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുമയും നൽകിയ മൊഴികളും കേസിൽ നിർണായകമായി. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ പ്രതി കോടതിയോട് പറഞ്ഞത് പ്രായമായ അച്ഛൻ ഹൃദ്രോഗിയാണെന്നും സഹോദരൻ ഗൾഫിലാണെന്നും വീട്ടുകാരെ സംരക്ഷിക്കാൻ താൻ മാത്രമാണ് ഉള്ളതെന്നും അതുകൊണ്ട് ശിക്ഷാ ഇളവ് തരണമെന്നും ആണ് കോടതിയിൽ പറഞ്ഞത് അരുൺ. 66 ദിവസത്തെ വിവാഹ ജീവിതം ഒരു കൊടുംപാതകത്തിൽ അങ്ങനെ അവസാനിച്ചു.